നന്ദഗോപാൽ റിമാൻഡ് റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത്? സൈഫുദ്ദീൻ, റിമാൻഡ് റിപ്പോർട്ട് പ്രകാരം ഇയാൾക്കെതിരെ, ഈ ചെന്താമരയ്ക്കെതിരെ കൃത്യമായ കാര്യങ്ങളാണ് പോലീസ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അതിൽ പ്രധാനമായും പറയുന്നത് കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഇയാൾ കൊല നടത്തിയത് എന്ന് പറയുന്നുണ്ട്. ഇതിനായി ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഒരു കൊടുവാൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പൂർവ്വ വൈരാഗ്യം ഇയാൾക്കുണ്ടായിരുന്നു. നേരത്തെ തന്നെ ഇവരെ കൊലപ്പെടുത്തണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി, വൈരാഗ്യ ബുദ്ധിയോടു കൂടിയാണ് ഇയാൾ നടന്നിട്ടുണ്ടായിരുന്നത്. ഒപ്പം ഈ പദ്ധതി നടപ്പാക്കിയതിന്റെ സന്തോഷവും പ്രതിക്കുണ്ടായിരുന്നു എന്നുള്ളത് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് വളരെ ശക്തമാകണം എന്നുള്ളതാണ്. ഈ പോലീസിനെതിരെ വലിയ ആരോപണങ്ങളൊക്കെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാം. അപ്പോൾ ഇത്തവണ റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ അതുകൂടെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നാണ് മനസ്സിലാക്കുന്നത്. പുറത്തിറങ്ങിയാൽ ഒരു പ്രദേശത്തിന് മുഴുവനും ഇയാൾ ഭീഷണിയാണ്, അയൽവാസികൾക്ക് തുടർച്ചയായ വധഭീഷണി ഉണ്ടാം എന്നുള്ളതും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് ചേർത്തിട്ടുണ്ട്. ഏതായാലും ഈ റിപ്പോർട്ട് പ്രകാരം ഇപ്പോൾ ഫെബ്രുവരി 12 വരെ ഇയാളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജയിലിലേക്ക് മാറ്റുകയാണ്. ശരി, ആലത്തൂർ സബ് ജയിലിലേക്കാണ് ചെന്താമരയെ മാറ്റുന്നത്. ഇനി ഫെബ്രുവരി 12 വരെ റിമാൻഡ് ചെയ്തിരിക്കുന്നു പ്രതിയെ. ഈ ദിവസങ്ങളിൽ പക്ഷേ ഇനിയും ചോദ്യം ചെയ്യേണ്ടതുണ്ട് പോലീസിന്. ചെന്താമരയെ കൂടുതൽ മൊഴികൾ എടുക്കേണ്ടതുണ്ട്, കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന പകയും വൈരാഗ്യവും തന്നെയാണ് കൊലപാതകത്തിനും കാരണമായത് എന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പോൾ അല്പസമയം മുമ്പ് താനാണ് തെറ്റ് ചെയ്തതെന്ന് കോടതിക്ക് മുമ്പാകെയും സമ്മതിച്ചു. അതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ ഫെബ്രുവരി 12 വരെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ആലത്തൂർ സബ് ജയിലിലേക്ക് വീണ്ടും ചെന്താമരയെ മാറ്റിയിരിക്കുന്നു.